ജനകീയ വിഷയങ്ങളിൽ മിന്നൽ വേഗതയിൽ തീരുമാനമെടുക്കുന്ന സർക്കാരുകളാണ് ജനകീയ സർക്കാരുകൾ. ഈ സർക്കാരിന് വേഗത പോരെന്ന് പ്രതിപക്ഷ നേതാവിന് പോലും അഭിപ്രായമില്ല. അത്ര വേഗത്തിലാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ തീരുമാനമെടുത്തത്. സമയം കൂട്ടിയതല്ല, ഏകീകരിച്ചതാണെന്ന് മന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിനുമില്ല വലിയ പ്രശ്നം. ആകെ എതിർപ്പുള്ള KCBC വിമർശനം പ്രസ്താവനയിൽ ഒതുക്കി. പൂച്ചയെ തൂക്കിയെടുക്കുന്ന ലാഘവത്തിൽ വിവാദ തീരുമാനമെടുത്തു നടപ്പാക്കുന്നതിൽ ഈ സർക്കാരിനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അതെ, മദ്യത്തിന്റെ മണം തന്നെ. റോക്കറ്റ് വേഗത്തിലാണ് ഗവൺമെന്റ് സ്പീഡിൽ എന്ന് ആരാ പറഞ്ഞത്? ഈ സ്പീഡ് ഈ കാര്യത്തിലൊക്കെ നല്ല സ്പീഡാ. പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. അതൊരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട്. അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, ഒരു വിശദമായ ചർച്ച അതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനും കൂടി അറിയാമായിരുന്നു. ഇടതുപക്ഷത്തിന് LDFിനെ കൺവീനർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെങ്ങനെ അറിയണം ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം? എങ്ങനെയാ അറിയുന്നത് ചെയ്യാൻ പോകുന്ന കാര്യം? ഹോട്ടായിട്ട് എന്തെങ്കിലും പറയട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യാൻ. മനസ്സുറക്കാൻ നല്ലതാ. വേണ്ട, ബീറെങ്കിലും വേണ്ട, കഴിക്കാറില്ല. ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. ഞങ്ങളോട് പറയേണ്ട ബാറുകാരല്ലല്ലോ. പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അപ്പൊ മന്ത്രിയാണ് ബാറുകാരെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ട്. ക്യാമറയുടെ മുമ്പിലും സ്റ്റുഡിയോയിലെത്തിയാൽ ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുമായിരിക്കും, അലറുമായിരിക്കും. പ്രതിപക്ഷ നേതാവ് ഇതിലൊക്കെ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരാളാണെന്നാണ്, ലിബറൽ ആയിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. കള്ളം പറഞ്ഞതാണല്ലേ? കുടിക്കില്ലാന്ന്. വർജനമാണ് നയം എന്ന സർക്കാരിൻ്റെ മദ്യനയവുമായി പൊരുത്തപ്പെടുന്നതാണോ തീരുമാനം എന്ന ആശങ്കയും വേണ്ട. പഴയ രാഷ്ട്രീയ പരസ്യങ്ങളൊക്കെ നമ്മൾ വർജിച്ചാൽ മതി. ഇടത് സർക്കാരിന്റെ മദ്യനയമായിട്ട് പ്രശ്നമില്ല. അതാണ് ആശങ്ക. അതിനെപ്പറ്റി ആശങ്കപ്പെടുകയോ വേണ്ട. ഇവരെന്താ പറഞ്ഞത്? മദ്യം കുറച്ച് കൊണ്ടുവരും, മദ്യവർജനത്തിലേക്ക് എത്തിക്കും എന്നും പറഞ്ഞിട്ട് വർജിക്കേണ്ടത് കഴിക്കുന്ന ആൾക്കാർ വർജിക്കുക. മിന്നൽ പിണറായി എന്ന അണികൾ വിശേഷിപ്പിക്കുന്നത് പോലെ മദ്യനയത്തിലെ സർക്കാരിൻ്റെ മിന്നൽ വേഗത പറഞ്ഞല്ലോ. ജവാന് ശേഷം സർക്കാർ ഡിസ്റ്റിലറി പുറത്തിറക്കുന്ന പുതിയ മദ്യത്തിന് മിന്നൽ മാജിക് എന്ന് പേരിട്ട് ബിവറേജസ് കോർപ്പറേഷനും മിന്നൽ മാന്ത്രികത തീർത്തു. ഈ സാധനം കഴിക്കുന്നവർക്കും മിന്നൽ അനുഭവം പ്രതീക്ഷിക്കാം. ജനത്തെ മിന്നിക്കാൻ സർക്കാർ ബ്രാൻഡി മിന്നൽ മാജിക് ബ്രാൻഡി പുറത്തിറക്കി. തിളങ്ങി കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. കഴിഞ്ഞ ദിവസം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ പേര് ചിലര് സ്വയം തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. പിന്നെ തുരുതുരാ ഫോണാണ്. പേര് തീരുമാനിച്ചു. ചിലരോട് ഞാൻ കുറച്ച് കടുപ്പിച്ച് പറയേണ്ടി വന്നു. മദ്യത്തിന് പേരിടൽ കർമ്മം നടത്തുന്ന ആളല്ല മന്ത്രി. കൊള്ളാം, എവനാള് കൊള്ളാം, എന്താ പേര്? അവസാനം ബെവുക്കോ യഥാർത്ഥത്തിലുള്ള പേര് പ്രഖ്യാപിച്ചു. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പ്രചരിച്ച പേരല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചരിച്ച പേരെന്താന്നുള്ളത് അറിയുമായിരിക്കും. ഒറിജിനൽ പേരെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ, എന്താ പേര്? നല്ല പേര്. വില ഞാനല്ല നിശ്ചയിക്കുന്നത്. അത് ബെവ്കോ ആണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മറ്റേ ആവശ്യം ഞാൻ ബെവ്കോയെ അറിയിക്കാം. ഇത്രയും കുപ്പികൾ കണ്ടപ്പോ ഇരട്ട പ്രസവിച്ച സുഖം. ഇതിൽ കുറഞ്ഞ ബ്രാൻഡ് വല്ലതും വന്നാലും. പിന്നെ സബ്സിഡി നിരക്കിൽ, ഇത് റേഷനറി ഒന്നുമല്ലല്ലോ, സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ. എന്നിട്ട് ഇടതുപക്ഷം വന്നപ്പോ വില കുറച്ചോ? മോനെ ഉണ്ണി, നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഒരു സർക്കാരും ഇല്ലടാ.